ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ മിറർ വർക്കുള്ളൊരു നെക്ക് ഡിസൈനാണ്. ഈ ഡിസൈന് കുർത്തിയിലോ ചുരിദാറിലോ അതേപോലെ ബ്ലൗസിലൊക്കെ ചെയ്തു കൊടുക്കാം. ഇപ്പോൾ ഈ എടുത്തിട്ടുള്ള ക്ലോത്തിൽ ഞാൻ നെക്ക് മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തൂടെയാണ് നമുക്ക് വർക്ക് ചെയ്തു കൊടുക്കേണ്ടത്. നമ്മൾ ഡിസൈൻ ചെയ്യാനെടുത്ത ക്ലോത്തിനെ ഒരു എംബ്രോയ്ഡറി ഫ്രെയിമിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തൂടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു മിറർ ഷീറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ അത് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ കിട്ടും. പ്ലാസ്റ്റിക്കിൻ്റെയാണ് വേണ്ടത്. മിറർ ഗ്ലാസിൻ്റെ ഉണ്ട്, അത് പറ്റില്ല. അപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ വേണം. ഇനി ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു കോൺ ഷേപ്പിലായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിൻ്റെ രണ്ട് സൈഡിലും ഓരോ ഹോൾ ഇട്ട് കൊടുക്കണം. ഈ രണ്ട് സൈഡിലായിട്ട് ഓരോ ഹോള് നമുക്ക് നൂല് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ഹോള് വേണം. അപ്പോൾ ഒരു കുറച്ച് സ്റ്റിഫായിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് കോമ്പസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഹോൾ നമ്മുടെ നീഡിൽ അതിൽ കൂടെ കടക്കാൻ പാകത്തിൽ ഒരു ഹോൾ വേണം. ഇനി നമുക്ക് നീഡിൽ വെച്ച് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി അവിടെ ആദ്യം ഒന്ന് ഗം ചെയ്തിട്ടാണ് നമ്മളത് തുന്നുന്നത്. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് സെയിം കളറിലുള്ള ത്രെഡ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. ആവശ്യമുള്ള മിറേഴ്സ് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഫാബ്രിക് ഗം വെച്ചിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ തുന്നുമ്പോൾ മാത്രമേ അത് ആ മിറർ അവിടെ തന്നെ ഉറച്ചിരിക്കുകയുള്ളൂ. ഓരോ മിറേഴ്സും നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നന്നായിട്ട് അവിടെ ഫിക്സ് ആവണം, അല്ലെങ്കിൽ നമ്മളതിൽ തുന്നി കൊടുക്കുമ്പോൾ പറഞ്ഞു പോരും. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കണം. ഒരേ അകലത്തിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ മിറേഴ്സും ഇതേപോലെ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഞാൻ 3 ലൈൻസായിട്ടാണ് മിറേഴ്സ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര ലൈൻസ് വേണമെങ്കിലും മിറേഴ്സ് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഇട്ട ആ ഹോളിൽ കൂടി ഓരോ ലോക്ക് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 6 strands ആണ് നൂല് ഉപയോഗിക്കുന്നത്. ഈ ഡിസൈൻ ചെയ്യുമ്പോൾ മെറ്റീരിയലിൻ്റെ അതേ കളറുള്ള നൂല് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക.
രണ്ട് ഭാഗത്തായിട്ട് നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ടാണ് പിന്നെ മേൽഭാഗത്തുള്ള സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ എല്ലാ മിറേഴ്സും ലോക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ആ മിററിൻ്റെ മേൽഭാഗത്തായിട്ട് അതിനൊരു ക്യാപ്പ് പോലെ നമ്മളൊരു സ്റ്റിച്ച് കൂടെ കൊടുക്കുകയാണ്. ജസ്റ്റ് നമ്മൾ സാധാ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ്. ഇങ്ങനെ ഓരോ സ്റ്റിച്ചും അടുപ്പിച്ച് കൊടുക്കണം. ഇപ്പോൾ ആ മിററിന് ഒരു ക്യാപ്പ് വെച്ച പോലെ ആയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ മിറേഴ്സിൻ്റെ മേൽഭാഗത്തും നമ്മൾ തുന്നി കൊടുക്കുക. ഇങ്ങനെ ബാക്കി എല്ലാ മിറേഴ്സിനും ഇതുപോലെ തുന്നിക്കൊടുക്കണം. ഇത്രയും ഭാഗം ഞാൻ തുന്നി കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ബാക്കി എല്ലാ മിറേഴ്സിനും നമുക്ക് തുന്നിക്കൊടുക്കണം. എല്ലാ ഡ്രസ്സിനും മാച്ചാകുന്ന പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡിസൈനാണിത്. കുട്ടികളുടെ ഡ്രസ്സിലും അതേപോലെ വലിയവരുടെ ഡ്രസ്സിലാണെങ്കിലും ഒരേപോലെ മാച്ചാകുന്നൊരു ഡിസൈനാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക്